ഹായ് ഫ്രണ്ട്സ്, PS ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ബയോളജി പാർട്ട് 3 ആണ്. അതിൽ ചെവിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചെവിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ കേൾവി ശക്തിക്ക് സഹായിക്കുക, അതല്ലാതെ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്തുക എന്നതൊക്കെയാണ് ചെവിയുടെ ധർമ്മങ്ങൾ. അപ്പോൾ ചെവിക്ക് രണ്ട് ധർമ്മമാണുള്ളത്. ഒന്ന് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുക, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബാലൻസ് പാലിക്കുക. രണ്ടാമത്തത് കേൾവി ശക്തിക്ക് സഹായിക്കുക. ചെവിയെ 3 പാർട്ടുകളായിട്ട് തിരിക്കാം. ആദ്യത്തത് ബാഹ്യകർണം, രണ്ടാമത്തത് മധ്യകർണം, പിന്നെ ആന്തരഭാഗത്തുള്ള ആന്തരകർണം. ചെവിയുടെ ഒരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാഹ്യകർണം എന്ന് പറയുന്നത് ചെവിക്കുടയും കർണനാളവും കൂടിയിട്ടുള്ളതാണ്. ഈ ചെവിക്കുടയും കർണനാളവും കൂടിയിട്ടുള്ളതാണ് ബാഹ്യകർണം എന്ന് പറയുന്നത്. മധ്യകർണം എന്ന് പറയുന്നത് കർണപടം അല്ലെങ്കിൽ ടിമ്പാനം എന്ന് പറയുന്ന ചെറിയ മെംബ്രെയിൻ, പിന്നീട് 3 അസ്ഥികൾ. ഈ 3 അസ്ഥികൾ കർണപടത്തോട് ചേർന്ന് നിൽക്കുന്നവയാണ്. അവയുടെ പേര് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. അവയുടെ ധർമ്മം എന്ന് പറയുന്നത് ശബ്ദതരംഗങ്ങളെ ആംപ്ലിഫൈ ചെയ്യുക എന്നതാണ് അവയുടെ ധർമ്മം. ഇനി ആന്തരകർണത്തിൽ എന്തൊക്കെയാണുള്ളത് വെച്ചാൽ കോക്ലിയ, വെസ്റ്റിബ്യൂൾ, ശ്രവണനാഡി, വെസ്റ്റിബ്യുലാർ നാഡി. ഇതില്ലാതെ ഈ മധ്യകർണത്തിൽ ഒരു യൂസ്റ്റേഷൻ നാളി എന്നൊരു കനാലുണ്ട്, യൂസ്റ്റേഷൻ കനാൽ. ബാഹ്യകർണത്തിൽ ചെവിക്കുടയും കർണനാളവും വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോയിങ് വരച്ചിരിക്കുന്നത് ചെവിക്കുട, കർണനാളം. ചെവിക്കുടയുടെ ധർമ്മം എന്ന് പറയുന്നത് ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുക എന്നതാണ്. അതല്ലാതെ വെളിയിൽ നിന്നും വരുന്ന അന്യവസ്തുക്കളെ തടയുക, ഏത് ദിക്കിൽ നിന്നുമാണ് സൗണ്ട് വരുന്നത് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെ 3 ധർമ്മമാണ് ചെവിക്കുടയ്ക്ക് ഉള്ളത്. അപ്പോൾ ചെവിക്കുട എന്തിനൊക്കെ സഹായിക്കുന്നു? ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു, മറ്റു അന്യവസ്തുക്കളെ കർണനാളത്തിലേക്ക് പോകാതെ സംരക്ഷിക്കുന്നു, ഏത് ദിക്കിൽ നിന്നാണ് സൗണ്ട് വരുന്നത് എന്നറിയാനും ചെവിക്കുട സഹായിക്കുന്നു. ദെൻ കർണനാളത്തിന് എന്താണ് ഫങ്ഷൻ എന്ന് വെച്ചാൽ ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുക എന്നതാണ് കർണനാളത്തിൻ്റെ ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്തെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ കർണനാളത്തിൽ ഒരുപാട് മെഴുക്കു ഗ്രന്ഥികളുണ്ട്. ഈ മെഴുക്കു ഗ്രന്ഥികൾ മെഴുക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ മെഴുക്കിലൂടെ അന്യവസ്തുക്കളെയും അന്യ ചെറുപ്രാണികളെയും ചെവിൻ്റെ ഉള്ളിലേക്ക് വരാതെ തടയുന്നു. അപ്പോൾ കർണനാളത്തിന് 2 ഫംഗ്ഷനാണ് ഉള്ളത്. ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുക, അതല്ലാതെ കർണനാളത്തിൽ അടങ്ങിയിരിക്കുന്ന മെഴുക്ക് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന മെഴുക്കു സ്രവം കൊണ്ട് ചെറിയ പ്രാണികളെയും ചെറിയ വസ്തുക്കളെയും ചെവിക്കുള്ളിൽ പോകാതെ സംരക്ഷിക്കുക എന്ന ധർമ്മവും കർണനാളത്തിനാണ് ഉള്ളത്. അങ്ങനെ ബാഹ്യകർണം നമ്മൾ കഴിഞ്ഞു. ഇനി മധ്യകർണത്തിൽ കർണപടമുണ്ട്. പിന്നെ കർണപടം അതിന് ഒരു ചെറിയ നേർത്ത മെംബ്രെയിനാണ്. അതിനാകെ ഒരു 0.1 mm അത്രയോ തിക്നെസ് ഉള്ളൂ. അതിനെയാണ് ടിമ്പാനം എന്ന് പറയുന്നത്. ടിമ്പാനമാണ്, ഞാൻ ഇവിടെ എഴുതിയത് മാറിപ്പോയതാണ്. ടിമ്പാനം എന്നും പറയുന്നു. ഈ കർണപടത്തോട് ചേർന്ന് 3 അസ്ഥികളുണ്ട്, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഈ 3 അസ്ഥികൾ വരുന്ന ശബ്ദതരംഗത്തെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഈ മധ്യകർണത്തിൽ തന്നെയുള്ള ഒരു കനാലാണ് യൂസ്റ്റേഷൻ കനാൽ. ഈ യൂസ്റ്റേഷൻ കനാൽ ഗ്രസനിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. മധ്യകർണത്തിലെ വായുമർദ്ദവും ബാഹ്യകർണത്തിലെ വായുമർദ്ദവും ഈക്വലാക്കുക എന്നതാണ് യൂസ്റ്റേഷൻ കനാലിൻ്റെ ധർമ്മം. തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ ഒക്കെ ഈ കനാൽ തുറക്കുന്നു, അല്ലാത്ത സമയത്ത് ഇതെല്ലാം അടച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ മധ്യകർണത്തിലെ പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കർണപടം, അതൊരു നേർത്ത സ്ഥലമാണ്, നേർത്തൊരു മെംബ്രെയിൻ മാതിരിയാണ്. അതിനെ തന്നെയാണ് ടിമ്പാനം എന്ന് പറയുന്നത്. കർണപടത്തോട് ചേർന്ന് 3 അസ്ഥികളുണ്ട്, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഈ മാലിയസും ഇംഗസും സ്റ്റേപ്പിസും സ്നായുക്കൾ എന്ന് പറയുന്ന യോജക കലകളാൽ ബന്ധിപ്പിച്ച് കടത്തിയിരിക്കുന്നു. പിന്നെയുള്ളതാണ് യൂസ്റ്റേഷൻ കനാൽ. ഈ യൂസ്റ്റേഷൻ കനാൽ ഗ്രസനിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണെന്ന് ചോദിച്ചാൽ യൂസ്റ്റേഷൻ കനാലാണ്. അതിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ മധ്യകർണത്തിലെ അന്തരീക്ഷമർദ്ദം ബാഹ്യകർണത്തിലെ അന്തരീക്ഷമർദ്ദവുമായി ഈക്വലാക്കുക എന്നതാണ് യൂസ്റ്റേഷൻ കനാലിൻ്റെ ധർമ്മം. അടുത്തത് ആന്തരകർണം. ആന്തരകർണത്തിലെ മുഖ്യ പാർട്ട് എന്ന് പറയുന്നത് ഒരു കോക്ലിയ, സെമി സർക്കുലർ കനാൽ, വെസ്റ്റിബ്യൂൾ, ശ്രവണനാഡി, വെസ്റ്റിബ്യുലാർ നാഡി. ഇതിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോക്ലിയ എന്ന് പറയുന്ന പാർട്ട്. ഇത് ശ്രവണനാഡികളാണ്. ഈ കോക്ലിയയുടെ അറ്റത്തായിട്ടാണ്
ഇതിൻ്റെ മേലെയായിട്ട് വെസ്റ്റിബ്യൂളുണ്ട്. അതിൻ്റെ മേലെയാണ് ഞാൻ പറഞ്ഞ സെമി സർക്കുലർ കനാൽ. 3 സെമി സർക്കുലർ കനാലുകളുണ്ട്. അവ 3ഉം ലംബമായിട്ടാണ് ഇരിക്കുക. 3ഉം പരസ്പരം ലംബമായിട്ടാണ് ഇരിക്കുക. ആന്തരകർണം മൊത്തം ഒരു അസ്ഥി അറയ്ക്കുള്ളിലാണ് ഉള്ളത്. ആ അസ്ഥി അറയുടെ പേരാണ് ബോണി ലാബിറിന്ത് എന്നുള്ളത്. അപ്പോൾ ആന്തരകർണത്തിൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആന്തരകർണത്തിൽ ഒരു കോക്ലിയുണ്ട്. കോക്ലിയുടെ മേലെ വെസ്റ്റിബ്യൂളുണ്ട്. വെസ്റ്റിബ്യൂളിൻ്റെ മേലെ 3 സെമി സർക്കുലർ കനാലുകളുണ്ട്. അവ 3ഉം പരസ്പരം ലംബമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആന്തരകർണം മൊത്തമായി സ്ഥിതി ചെയ്യുന്ന ഒരു അസ്ഥിയറയുണ്ട്. അതിൻ്റെ പേരാണ് ബോണി ലാബിറിന്ത്. ഈ ബോണി ലാബിറിന്ത് മൊത്തം ഒരു ദ്രവ്യം നിറഞ്ഞിരിക്കുന്നു. ആ ദ്രവ്യത്തിൻ്റെ പേരാണ് പെരിലിംഫ്. കോക്ലിയയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോക്ലിയയ്ക്ക് 3 അറകളാണുള്ളത്. മേലെയുള്ള അറനെ സ്കാല വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നു. അതാണ് സ്കാല വെസ്റ്റിബ്യൂൾ. മിഡിലുള്ളതിനെ സ്കാല മീഡിയ എന്ന അറ പറയുന്നു. താഴത്തെ അറനെ സ്കാല ടിംപാനി എന്ന് പറയുന്നു. അപ്പോൾ കോക്ലിയയ്ക്ക് 3 അറകളാണുള്ളത്. മേലെയുള്ള അറനെ സ്കാല വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നു. മിഡിലുള്ള അറനെ സ്കാല മീഡിയ എന്ന് പറയുന്നു. താഴെയുള്ള അറനെ സ്കാല ടിംപാനി എന്ന് പറയുന്നു. ഈ സ്കാല ടിംപാനി, അതായത് മിഡിലുള്ള അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവ്യമാണ് എൻഡോലിംഫ്. എന്തോ എന്ന് പറയില്ലേ, ആരെങ്കിലും കേട്ടാൽ എന്താണ് മനസ്സിലാകുമ്പോൾ എന്തോ എന്ന് പറയില്ലേ, അങ്ങനെ ആലോചിക്കുക. എൻഡോലിംഫ്. ഈ സ്കാല ടിംപാനിനെയും സ്കാല വെസ്റ്റിബ്യൂളിനെയും ഈ സ്കാല മീഡിയനെയും സ്കാല ടിംപാനിനെയും വേർതിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് ബേസിലാർ സ്ഥലം. ഈ ബേസിലാർ സ്ഥലത്തുള്ള രോമകോശങ്ങളും ബേസിലാർ സ്ഥലവും ചേർന്ന് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നു. ഇവിടെയുള്ള രോമകോശങ്ങളിൽ എത്തുന്ന ആവേഗങ്ങൾ അവിടെയുള്ള ശ്രവണനാഡി വഴി സെറിബ്രത്തിലെത്തുമ്പോഴാണ് നമുക്ക് കേൾവിശക്തി സാധ്യമാകുന്നത്. അപ്പോൾ ഈ സ്കാല വെസ്റ്റിബ്യൂളിലും സ്കാല ടിംപാനിയിലും അടങ്ങിയിരിക്കുന്ന ദ്രവ്യം എന്ന് പറയുന്നത് പെരിലിംഫും സ്കാല മീഡിയയിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യം എൻഡോലിംഫുമാണ്. ഇനി ആന്തരകർണത്തിൽ ഞാൻ വേറെ പറഞ്ഞ പാർട്ടാണ്, ഈ കോക്ലിയൻ്റെ മേലെ ഒരു വെസ്റ്റിബ്യൂൾ പറഞ്ഞ ഒരു പാർട്ടുണ്ട്. അവിടെ തന്നെ 3 സെമി സർക്കുലർ കനാലുകളുണ്ട്. ഈ 3 സെമി സർക്കുലർ കനാലിലും ഉള്ള ദ്രവ്യം എന്ന് പറയുന്നത് എൻഡോലിംഫ് തന്നെയാണ്. ഈ വെസ്റ്റിബ്യൂളിൽ യൂട്രിക്കിൾ, സാക്യൂൾ എന്നിങ്ങനെയുള്ള 2 രോമകോശങ്ങൾ അടങ്ങിയിരിക്കുന്ന അറകളുമുണ്ട്. സെമി സർക്കുലർ കനാലുകളും വെസ്റ്റിബ്യൂളും ചേർന്നാണ് ശരീരത്തിൻ്റെ തുലന നിലയ്ക്ക് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോക്ലിയയ്ക്ക് 3 അറകളാണുള്ളത്. മുകളിലത്തെ അറയാണ് സ്കാല വെസ്റ്റിബ്യൂൾ. അതിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യമാണ് പെരിലിംഫ് ദ്രവ്യം. അതുപോലെ താഴത്തെ അറയാനെ പറയുന്ന പേരാണ് സ്കാല ടിംപാനി. അതിലും പെരിലിംഫ് ദ്രാവകമാണുള്ളത്. മധ്യ അറനെ പറയുന്ന പേരാണ് സ്കാല മീഡിയ. അതിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യമാണ് എൻഡോലിംഫ്. സ്കാല ടിംപാനിനെയും സ്കാല മീഡിയനെയും വേർതിരിക്കുന്ന സ്ഥലമാണ് ബേസിലാർ സ്ഥലം. അതിലുള്ള രോമകോശങ്ങളും ബേസിലാർ സ്ഥലവും ചേർന്നാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ആ ഓർഗൻ ഓഫ് കോർട്ടിൽ നിന്നാണ് ശ്രവണനാഡികൾ സെറിബ്രത്തിലേക്ക് പോകുന്നത്. ഇനി ചെവി നമ്മളെ എങ്ങനെയാണ് കേൾവിശക്തിക്ക് സഹായിക്കുന്നത് എന്ന് പഠിക്കാം. ശബ്ദതരംഗങ്ങൾ ചെവിക്കുട വഴി കർണനാളത്തിലേക്ക് എത്തുന്നു. ഈ കർണനാളത്തിൽ നിന്ന് അവ കർണപടത്തിലേക്ക് എത്തുന്നു. കർണപടം ശബ്ദതരംഗത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് കമ്പനം ചെയ്യുന്നു, അല്ലെങ്കിൽ വൈബ്രേഷൻ ചെയ്യുന്നു. ഈ കർണപടം 3 അസ്ഥികളുമായി ഒരുമിച്ചാണ് നിൽക്കുന്നത്. കർണപടത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ ഈ അസ്ഥികളെയും മൂവ് ചെയ്യിപ്പിക്കുന്നു. മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് എന്നീ 3 അസ്ഥികൾ വഴി കമ്പനം ഓവൽ വിൻഡോ എന്ന സ്ഥലത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സ്റ്റേപ്പിസിൻ്റെ വൈബ്രേഷൻ കോക്ലിയയുടെ സ്കാല വെസ്റ്റിബ്യൂളിലേക്ക് എത്തിക്കുന്നു. ഇവിടെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേര് പറയുന്നതാണ് ഓവൽ വിൻഡോ. അപ്പോൾ സ്റ്റേപ്പിസ് ഓവൽ വിൻഡോയെ വൈബ്രേഷൻ ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ കമ്പനം ചെയ്യിപ്പിക്കുന്നു. ഈ ഓവൽ വിൻഡോ വഴി സ്കാല വെസ്റ്റിബ്യൂളിലൂടെ നേരെ താഴെയുള്ള അറയ്ക്ക് സ്കാല ടിംപാനിയിലേക്ക് എത്തുന്നു. ഈ സ്കാല ടിംപാനി ബേസിലർ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്.
ഈ ശബ്ദ തരംഗങ്ങൾ അനുസരിച്ച് ബേസിലർ സ്തരത്തെയും അഫക്റ്റ് ചെയ്യുന്നു. ബേസിലർ സ്തരവും അതിനനുസരിച്ച് കമ്പനം ചെയ്യുന്നു. അവിടെയുള്ള രോമകോശങ്ങൾ അടങ്ങിയ ഓർഗൻ ഓഫ് കോർട്ട് അതിനനുസരിച്ച് കമ്പനം ചെയ്യുന്നു. ഈ വൈബ്രേഷൻ അവിടെയുള്ള ശ്രവണനാഡി വഴി സെറിബ്രത്തിലേക്ക് എത്തുന്നു. സെറിബ്രം അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് ശ്രവണ സഹായത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ശബ്ദതരംഗങ്ങൾ ചെവിക്കുട വഴി കർണനാളത്തിലൂടെ കർണപടത്തിലെത്തി കർണപടത്തിൽ നിന്നും മാലിയസ് ഇംഗസ് സ്റ്റേപ്പിസ് വഴി അവ ആംപ്ലിഫൈ ചെയ്ത് കോക്ലിയയുടെ മേലെയുള്ള അറയിലേക്ക് എത്തിക്കുന്നു. അവിടെ ഒരു സ്ഥലമുണ്ട്, അത് ഓവൽ വിൻഡോ. ആ ഓവൽ വിൻഡോ സ്റ്റേപ്പിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റേപ്പിസിൻ്റെ വൈബ്രേഷൻ ഓവൽ വിൻഡോയിനെയും വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ ഓവൽ വിൻഡോ സ്കാല വെസ്റ്റിബ്യൂളിലെ പെരിലിംഫിനെ മൂവ്മെൻറ്റ് ചെയ്യിക്കുന്നു. ഈ മൂവ്മെൻറ്റ് നേരെ പിന്നീട് വരുന്നത് സ്കാല ടിംഫാനിയിലെത്തുന്നു. സ്കാല ടിംഫാനിനെയും സ്കാല മീഡിയ, അതായത് നടുക്കുള്ള കോക്ലിയയുടെ അറ സ്കാല മീഡിയനും വേർതിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെയാണ് ബേസിലാർ സ്ഥലം എന്ന് പറയുന്നത്. ആ ബേസിലാർ സ്ഥലത്തിൽ ഒരുപാട് രോമകോശങ്ങളുണ്ട്. സ്കാല ടിംഫാനിയുടെ മൂവ്മെൻറ്റ് ബേസിലാർ സ്ഥലത്തെ മൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ അവിടെയുള്ള എൻഡോലിഫ് എന്ന ദ്രാവകത്തെയും അത് മൂവ്മെൻറ്റ് ചെയ്യിക്കുന്നു. ആ എൻഡോലിഫിൻ്റെ മൂവ്മെൻറ്റ് അവിടെയുള്ള രോമകോശങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു. ആ ഉദ്ദീപനം അവിടെയുള്ള ശ്രവണനാഡിയുണ്ട്, അതിന് ഓർഗൻ ഓഫ് കോർട്ടി എന്നാണ് പറയാം. അതായത് രോമകോശങ്ങളും ബേസിലാർ സ്ഥലവും അടങ്ങിയിരിക്കുന്ന സ്കാല മീഡിയയിലുള്ള ഒരു പാർട്ടാണ് ഓർഗൻ ഓഫ് കോർട്ടി. ആ ഭാഗത്ത് തന്നെയാണ് ശ്രവണനാഡികളുള്ളത്. ബേസിലാർ സ്ഥലത്തിൻ്റെയും രോമകോശങ്ങളുടെയും കമ്പനം അവിടെയുള്ള ശ്രവണനാഡി വഴി സെറിബ്രത്തിലെത്തുന്നു. അങ്ങനെയാണ് നമുക്ക് കേൾവിശക്തിക്ക് പര്യാപ്തമാവുന്നത്. ഈ കോക്ലിയ എന്ന് പറയുന്നത് ഒച്ചിൻ്റെ ആകൃതിയിലുള്ള പാർട്ടാണ്. അതുകൊണ്ടാണ് സ്കാല വെസ്റ്റിബ്യൂളിലൂടെയുള്ള ശബ്ദതരംഗങ്ങൾ സ്കാല ടിംഫാനിയിലേക്ക് എത്തുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെവി തൊലന നിലയ്ക്ക് സഹായിക്കുന്നത് എന്ന് പഠിക്കാം. കോക്ലിയയുടെ മേൽഭാഗത്ത് ഒരു വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന അറയുണ്ട്. അതല്ലാതെ അവിടെ 3 സെമി സർക്കുലർ കനാലുകളുണ്ട്. ഈ സെമി സർക്കുലർ കനാലിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യം എൻഡോ ലിംഫാണ്. തലയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ സെമി സർക്കുലർ കനാലിലുള്ള എൻഡോ ലിംഫ് മൂവ് ചെയ്യുന്നു. ഈ മൂവ്മെൻറ്റ് താഴെയുള്ള രോമകോശങ്ങൾ അടങ്ങിയ വെസ്റ്റിബ്യൂളിലെ പാർട്ടായ യൂട്രിക്കിളും സാക്കുകളിലും എത്തുന്നു. അവിടെയുള്ള രോമകോശങ്ങൾ ഉദ്ദീപിക്കപ്പെടുന്നു. അവിടെയുള്ള ഒരു നാഡിയാണ് വെസ്റ്റിബ്യൂൾ നാഡി. ഈ വെസ്റ്റിബ്യൂൾ നാഡി വഴി ആവേഗങ്ങൾ തലച്ചോറിലേക്ക് എത്തുന്നു. തലച്ചോറിലെ സെറിബെല്ലത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് നമുക്ക് തൊലന നിലയ്ക്ക് സഹായിക്കുന്നത്. ചെവി എങ്ങനെയാണ് നമ്മളെ തൊലന നിലയ്ക്ക് സഹായിക്കുന്നത് എന്നൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. കോക്ലിയയുടെ മേലെയായി വെസ്റ്റിബ്യൂൾ എന്നൊരു പാർട്ടുണ്ട്. അതിൻ്റെ മേലെ 3 സെമി സർക്കുലർ കനാലുകളുണ്ട്. ഇവ 3ഉം പരസ്പരം ലംബമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് XYZ ആക്സിസിനെ പോലെ. അവിടെയുള്ള ദ്രവ്യമാണ് എൻഡോ ലിംഫ്. നമ്മുടെ തലയുടെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ സെമി സർക്കുലർ കനാലിലെ എൻഡോ ലിംഫ് മൂവ് ചെയ്യുന്നു. ഈ മൂവ്മെൻറ്റ് വെസ്റ്റിബ്യൂൾ അറയിലെ യൂട്രിക്കിൾ സാക്യൂൾ എന്നുള്ള അറയിലുള്ള രോമകോശങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു. ഈ ഉദ്ദീപനം വെസ്റ്റിബ്യൂൾ നാഡി വഴി സെറിബെല്ലത്തിലെത്തുമ്പോഴാണ് ശരീരത്തിൻ്റെ തൊലനില നടക്കുന്നത്. സെറിബെല്ലം കണ്ണിലെയും പേശികളിലെയും ഈ വെസ്റ്റിബ്യൂൾ നാഡിയിലെയും ആവേഗങ്ങൾ സ്വീകരിച്ചാണ് ശരീരത്തിൻ്റെ തൊലനനില പാലിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു.